പത്തനംതിട്ട ഭാഗത്തുള്ള കാടുകളിലെ കാണ്ടാമൃഗങ്ങൾ സ്വയം തലതല്ലി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹിന്ദുമത വിശ്വാസിയായ ഒരു മലയാളിയുടെ ഒരു വിശ്വാസമാണ് വിഷു ദിനത്തിൽ കണി കാണുക, കൈനീട്ടം കൊടുക്കുക. അടുത്ത വർഷം വരെയുള്ള അടുത്ത വിഷുവിലേക്കുള്ള എല്ലാ ദിവസങ്ങളും നല്ലതാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശ്വാസമാണ് അത്. എന്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിന്നെ രാത്രി 12 മണി കഴിഞ്ഞാൽ, വിഷുവിന്റെ അന്ന് രാത്രി 12 മണി കഴിഞ്ഞാൽ രാവിലെ ഒരു 5 മണി 6 മണി സമയത്തിനകത്താണ് ഈ കണി കാണുക എന്നുള്ളത്. കൈനീട്ടം എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം നിങ്ങൾ ഈ താഴെ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോയും ശ്രദ്ധിക്കുക. ഈ വീഡിയോ എന്ന് പറയുന്നത് എല്ലാത്തിലും വ്യാജമയമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്റെ കുടുംബത്തോടൊപ്പം വിഷുക്കണി കാണുന്ന കാഴ്ചയും വിഷു കൈനീട്ടം കൊടുക്കുന്ന കാഴ്ചയുമാണ് നമ്മൾ ഈ കാണുന്നത്. അവന്റെ വാച്ച്, അതായത് അവന്റെ സഹോദരിയെ കൊണ്ടുവരുമ്പോൾ അവന്റെ വാച്ചിലുള്ളത് 9 മണിയാണ്, അതായത് രാവിലെ 9 മണി. ഈ വാച്ച് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞാലും അവന്റെ അളിയനെ കൊണ്ടുവരുമ്പോൾ പുറത്ത് കാണുന്ന ആ വെട്ടം അത് 5 മണി 6 മണി സമയത്തുള്ള വെട്ടമല്ല. അത് ഏതാണ്ട് 9 മണി 10 മണി സൂര്യൻ ഇങ്ങനെ നല്ല ഉദിച്ചു നിൽക്കുമ്പോഴുള്ള ഒരു പ്രകാശമാണ് നമ്മൾ കാണുന്നത്. അപ്പോ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി വ്യാജമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി എല്ലാത്തിലും വ്യാജമയമുള്ള ഇവൻ ചെയ്തതിൽ പുറത്തു വന്നിട്ടുള്ളത് 2 കാര്യങ്ങൾ മാത്രമേ ഒറിജിനൽ ആയിട്ടുള്ളൂ. പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകിയത് വ്യാജമായിട്ടാണ്, അവരെ പ്രണയിച്ചത് വ്യാജമായിട്ടാണ്. പക്ഷെ അവരെ ഗർഭിണിയാക്കിയതും അവരെ ഗർഭചിത്രം നടത്തിയതും മാത്രമേ ഒറിജിനലുള്ളൂ, ബാക്കിയുള്ള എല്ലാം വ്യാജമാണ്. അപ്പൊ ഇങ്ങനെ വ്യാജമായിട്ട് ഇവ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് പറ്റി, പിന്നെ നമ്മളൊരു തെറ്റ് പറ്റാതിരിക്കും. സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കോമാളിയായിട്ട് വീണ്ടും വീണ്ടും എല്ലാത്തിനെയും ന്യായീകരിച്ച് ഇങ്ങനെ വരണമെങ്കിൽ ഒരു സംശയം നമ്മുടെയൊക്കെ മനസ്സിൽ ഉടലെടുക്കുന്നുണ്ട്. ആ സംശയം വേറൊന്നുമല്ല, എല്ലാത്തിലും വ്യാജമയമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പെണ്ണുപിടിയൻ, അവന്റെ ജന്മവും വ്യാജമാണോ എന്നൊരു സംശയം. അങ്ങനെ ഒരു സംശയം നമ്മൾ ഉന്നയിക്കുമ്പോൾ ഒരിക്കലും ഇവൻ നേരത്തെ കെ കരുണാകരന്റെ ഭാര്യയെയും കെ മുരളീധരന്റെയും പത്മജ വേണുഗോപാലിന്റെയും അമ്മയെ കളങ്കപ്പെടുത്തിയതുപോലെയുള്ള ആ ഒരു സംശയമല്ല. അതായത് ബയോളജിക്കലി, ഫിസിക്കലി, പൊളിറ്റിക്കലി അങ്ങനെയുള്ള സംശയമല്ല. ഇവനെ മറ്റാരെങ്കിലും പ്രസവിച്ചിട്ട് വല്ല ബസ് സ്റ്റാൻഡിലോ വല്ല കുപ്പത്തൊട്ടിയിലോ വല്ല കടത്തിണ്ണയിലോ കൊണ്ടുവച്ചപ്പോൾ ഈ അമ്മ എടുത്തു വളർത്തി വലുതാക്കിയതാണോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം ചെയ്യുന്നത് മുഴുവൻ വ്യാജം, പറയുന്നത് മുഴുവൻ വ്യാജം. ഉളുപ്പില്ലാതെ ആൾക്കാരുടെ മുമ്പിൽ കിടന്ന് കോമാളിത്തരം കാണിക്കാൻ ഒരു മടിയുമില്ലാത്തവൻ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ സംശയിച്ചു പോകും. നോക്ക്, ആ സഹോദരിയെ കൊണ്ടുവരുന്ന വാച്ചിലുള്ളത് 9 മണിയാണ്. സ്വന്തം അമ്മയെ നാട്ടുകാരുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ഒരു മകനും, നല്ലൊരു മകനും ആഗ്രഹിക്കത്തില്ല, ഇല്ലേ? കാരണം സ്വന്തം അമ്മയെ, തന്നെ പ്രസവിച്ച അമ്മയാണെങ്കിൽ താൻ ഇത്രയും നാറി കിടക്കുന്ന സമയത്ത് ആ അമ്മയെയും കൂടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ റീൽസ് എടുത്തിട്ട് നാണം കെടുത്താൻ തയ്യാറാവില്ല, ഒരു മകനും തയ്യാറാവില്ല. ഇനി ആ അമ്മയ്ക്കെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ, മോനെ നീ രാവിലെ എഴുന്നേക്കണം, നമുക്ക് കണി കാണണം, ഇനി നമുക്ക് അത് റീൽ എടുക്കണമെങ്കിൽ നീ എടുത്തോ, പക്ഷെ അതിനൊക്കെ ഒരു ചിട്ടവട്ടങ്ങളുണ്ട്, അതിനൊരു ഒരു കൃത്യനിഷ്ഠയുണ്ട്, നമ്മൾ ആ സമയത്ത് ചെയ്യണം. അല്ലാതെ നീ ഇങ്ങനെ രാവിലെ എടുത്ത് ആരെങ്കിലും കണ്ടുപിടിക്കുകയോ അറിയുകയോ ചെയ്താൽ നാണക്കേടാണെന്ന് അമ്മ പറഞ്ഞു കൊടുക്കണം. ആ അമ്മ പറഞ്ഞു കൊടുത്താൽ ഇവൻ കേൾക്കണമെന്നൊന്നുമില്ല. കാരണം ഇത്രയും ക്രൂരനായ, മനസ്സാക്ഷി ഇല്ലാത്ത, മനസ്സാക്ഷി മരവിച്ച ഇങ്ങനെ ഒരുത്തൻ അമ്മയെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും ഇതൊക്കെ ചിലപ്പോൾ ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം, എല്ലാത്തിലും വ്യാജമയമുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജന്മവും വ്യാജമാണോ എന്ന് കേരള സമൂഹം സംശയിച്ചാൽ അതിനെ കുറ്റം പറയത്തില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും നീ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കുന്ന ഉപദേശിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു.